Hey guys, assalamualaikum. Welcome back to my channel. രണ്ടെണ്ണം ബിസിയാണ്, ഫൈറ്റിംഗ് നോക്കിക്കൊണ്ടിരിക്കുക. ഫുൾ റിയാക്ഷനാണ് രണ്ടുപേർ. അപ്പോൾ ഗായ്സ്, ഇന്ന് 14ാമത്തെ നോമ്പ്. നമ്മുടെ സുഹാനത്തിനെ കണ്ടോ? ഏയ് ഇല്ല, റെഡ് സോഫ മെറൂൺ, നീ റെഡ്. ഉമ്മച്ചിരിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇന്ന് 14th നോമ്പ്. നമ്മൾ നോമ്പ് തുറക്കണേ പുറത്തായിരിക്കും. ബിക്കോസ് നമുക്കൊരു ഷൂട്ടുണ്ട്, ആഡ് ഷൂട്ടുണ്ട്. നമ്മൾ പുറത്ത് പോവും. അത് കഴിയുമ്പോൾ തന്നെ ഈവനിങ് ആവും. പിന്നെ റിട്ടേൺ വന്നിട്ട് ഒന്നും വെക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ഉച്ചയായി, 1 മണിയായി. ഇതുവരെ ഫുള്ള് നമ്മൾ ക്ലീനിങ് അത് ഇതൊക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത്, പിള്ളേർ ഇൻ ദ സെൻസ് സൈഗു എബുനും ഫുഡൊക്കെ കൊടുത്ത്. സുനു പിന്നെ നോമ്പാണല്ലോ, ഇന്ന് സ്കൂളില്ല അവർക്ക്. അപ്പോൾ ഇപ്പൊ സുനുവിന്റെ ഷോട്ട് നടന്നുകൊണ്ടിരിക്കുക. വന്ന് നമ്മുടെ മുതലാളി വന്ന് എന്റെ യൂഷ്വൽ ഷൂട്ട് ഞാൻ ചെയ്യണ്ടേ. സുനുവിന്റെ ഷോട്ട് കഴിഞ്ഞല്ലേ? സൈഗുണ്ടെ കഴിഞ്ഞ് അത് പേടിയാന്ന് എന്റെ വ്ളോഗ് എന്താ പറയും. സോനുന്റെ ഷോട്ട് കഴിഞ്ഞ് ഇനി എന്റെ അല്ലേ ഉള്ള ബാക്കി. ഓക്കെ, സെറ്റ് ഗൈസ്. അപ്പൊ എന്റെ ഷോട്ട് ഞാൻ എടുക്കട്ടെ. ഞാൻ ഇരിക്കട്ടെ അവിടെ. എന്റെ ഒരു സജഷൻ പോട്ടെ എന്നാ. ആര് വരെ വരൂലേ? അവിടെ വന്ന് ജോയിൻ ചെയ്യൂലേ? ഷോട്ടും കൂടെ വന്നിട്ടുണ്ട് എന്റെ സജഷനില്. ഇപ്പൊ വേണ്ടത് ഇവരെന്ത് ചെയ്യണം എന്നുള്ള കാണിച്ചോട്ടെ. ഞാനോട് ഇരിക്കണ്ടോ? കാലുണ്ട് എന്റെ കാലും സെഷൻ അവിടെ ഇരിക്കട്ടെ. ഫോൺ കാണിക്കണോ? കാലും ഫോണും കാണിക്കണം. കാണിച്ചു ഡയലോഗ് മെയിൻ ഡയലോഗ് പിന്നെ ഫോണിലേക്കുള്ള സാധനമുള്ളൂ. അതാണ്. ഓക്കെ, റോളിംഗ് ആണ്. ആക്ഷൻ. ഉള്ളതുണ്ടല്ലോ, റിയാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തത് സോനു വന്ന് ജോയിൻ ചെയ്യും. ഡിറക്ഷന്, ആക്ടിങ് എല്ലാം ചെയ്യണം. പാവം മുതലാളി. അടുത്ത ഷോട്ട് ഇവിടെ വന്നിരുന്നിട്ടുള്ള ഗൈസ്, അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഡയറക്ടർ പറയൂ എങ്ങനെയായിരുന്നു? നീ എന്നെ പറഞ്ഞിട്ട് ഡയറക്ടർ പറഞ്ഞു കൊള്ളായിരുന്നു, നല്ല ഷൂട്ടിങ്, കുറെ ഫണ്ട് ഉണ്ടാകും. ആക്ച്വലി ഇത് കോമഡി വീഡിയോ അല്ല, പക്ഷെ ഞങ്ങളുടെ ബിഹൈൻഡ് സീൻ കണ്ടിട്ടുള്ള അത് വേണമായിരുന്നു ക്യാമറ സെറ്റ് ആക്കാൻ. ബിക്കോസ് ചിരിച്ചിരിച്ചിരി കണ്ണിലൊക്കെ വെള്ളം വന്നു പോയി, കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഇനി ഐ ആം ഗോയിങ് ടു ചേഞ്ച് മൈ ഡ്രസ് ആൻഡ് കം ബാക്ക്. പിന്നെ പിള്ളേരും എല്ലാവരും റെഡിയാണ്. ബിക്കോസ് ഇറ്റ്സ് എ ഫാമിലി ഷൂട്ട്, വി ആർ ഗോയിങ് ഔട്ട്. അപ്പൊ ഇന്നത്തെ ഇഫ്താർ പുറത്തായിരിക്കുമല്ലോ. എന്തായാലും ഇഫ്താർ പുറത്തുനിന്നായിരിക്കും. ഇവിടെ ഒരു ടൈം കിട്ടില്ല. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ തന്നെ എന്തായാലും ബാങ്ക് വിളിക്കും. നോക്കാം, അതിന് മുമ്പ് ഷൂട്ട് തീർക്കണം. നമുക്ക് പെട്ടെന്ന് ഇറങ്ങിയാൽ ഓക്കെ നമ്മളെല്ലാം കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രസ്സും ചേഞ്ച് ചെയ്താൽ മതി. സോ ഐ എം ഗോയിങ് ടു മൈ റൂം. അപ്പോൾ നമ്മുടെ സോണത്തെ ഇവിടെ സൈഗിനുള്ള ഡ്രസ്സ് എടുത്തിട്ട് താഴെ വന്നിട്ടുണ്ട്. ബിക്കോസ് സൈഗുണ്ടെ എബുണ്ടെ പുറത്ത് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ മുകളിലാണ്, അലമാരിലാണ്. അപ്പൊ സുനു എന്നെ വിളിക്കുന്നുണ്ട്, മഷിമ ഒന്ന് വരൂ, ഡ്രസ്സ് സെലക്ട് ആക്കും. അപ്പോൾ ഐ എം ഗോയിങ് ടു മൈ റൂം ആൻഡ് സെലക്ട് യുവർ ഡ്രസ്. ഗൈസ്, അപ്പൊ സുനുവിനുള്ള ഡ്രസ്സ് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ബാഗി ജീൻ ആൻഡ് ഒരു ബ്ലൂ. വിച്ച് ബ്ലൂ ഐ ഡോണ്ട് നോ. ഏത് ബ്ലൂ ആ സുനു? ഇത് ഏതോ ഒരു ബ്ലൂ അല്ലേ? ബ്ലൂ ഡ്രസ് ആൻഡ് ഡാർക്ക് ബ്ലൂ. ഓക്കെ, സൈഗു പറഞ്ഞു ഡാർക്ക് ബ്ലൂ. സോ സുനു ഇതാണ് ഇടാൻ പോണേ. ഇനി സൈഗു ആൻഡ് എബ്രു എന്താ ഇടാൻ പോണേ കാണിച്ചു തരാം. നമ്മുടെ സൈഗു ഇതാണ് ഇടാൻ പോണേ. ഇതിന്റെ സെയിം ഡ്രസ് എബ്രുനും ഉണ്ട്. സോ ദേ ബോത്ത് ആർ വെയറിംഗ് ദി സെയിം. അപ്പൊ സുനു വൈറ്റ് ജീൻ ആണ്, പക്ഷെ ഷീ ഡസൻ ഹാവ് ഗ്രീൻ ടോപ്പ്, അതുകൊണ്ട് ബ്ലൂ ആക്കി നമ്മൾ. അപ്പോൾ ഞാനും സോനു നോട്ട് എറ്റ് ഡിസൈഡഡ്. അല്ല, ഐ ഹാവ് ഓൾറെഡി ഡിസൈഡഡ് ഗൈസ്.
അപ്പൊ നമുക്ക് മുകളിൽ പോവാം. അപ്പോ സോനു ചോദിക്കണ്ടേ ഏതിടണോ? ഞാൻ എന്താണ് നിങ്ങളെ ഫുള്ള് ഡ്രസ്സിങ് ഇതാ. അപ്പോ സോനനും സെലക്ട് ചെയ്തിട്ട് വരാം. ഞാൻ വൈറ്റ് ആട്ടോ സോനു ഇടാൻ പോണേ. വേറെ വൈറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ അയനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നോ നോ നോട്ട് ദാറ്റ്. ന്യൂ ഇയർ വൈറ്റ്, ഫുൾ വൈറ്റ്. വെള്ളപ്രാവായിട്ട് ഞാൻ വരും ഇന്ന്. എബുനെ സൂക്ഷിക്കണേ അയൻ ചെയ്യുമ്പോ. വിച്ച് യെല്ലോ? ആ ഇപ്പൊ ഏതായിരുന്നു? ഇറ്റ്സ് ഗുഡ്. ഇത് ഞാൻ കഴിഞ്ഞ നോമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗ്രീൻ. അതൊരു ഗ്രീൻ, ഇതൊരു യെല്ലോ. ഓക്കെ ഇത് ഡ്രസ്സാണ്. ഓക്കെ സോ ഗൈസ് ഐ ആം റെഡി. യെസ്, ഞാൻ ആക്ച്വലി ഫുൾ വൈറ്റ് ആണ്. ഒരു കോട്ട് സെറ്റ് പോലത്തെ ഫുൾ വൈറ്റ് ഡ്രസ്സാണ് ഞാൻ അയൺ ചെയ്ത് വെച്ച രാവിലെ. ബട്ട് ദാൻ അത് ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും ഒപ്പീനിയൻ വാസ് ലൈക്ക് അത് വേണ്ടെന്നായിരുന്നു. ആൻഡ് സുനു സെലക്റ്റഡ് മീ ദിസ് ഡ്രസ്. കൊള്ളാല്ലേ? യെസ്. അപ്പോൾ താഴെ പോകാം നമുക്ക്. ബേബി ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുക. ബേബിയുടെ ഡ്രസ്സാണ് അത് അയൺ ചെയ്ത് വെച്ചത്. ഓ യാ ദാറ്റ്സ് ഇറ്റ്. ഫിറ്റ് ചെക്ക്. ലെറ്റ്സ് ഗോ ഡൗൺ. വീടിന്റെ കീ എടുത്തിട്ടില്ല. അത് വീടിന്റെ കാറിന് വൃത്തിയല്ല എടുക്കണ്ടേ അല്ലേ ഗൈസ്? പറയൂ. അപ്പോ വി ആർ റെഡി ഫോർ ദ ഷൂട്ട്. ഞാനൊരു 1 day ട്രിപ്പ് പോവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോണത്. എബുള്ളോട്ടിട്ട്. Can you please show my bag? What all the stuff? എല്ലാം ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഫുഡ്, ഡൈപ്പേഴ്സ്, എക്സ്ട്രാ ഡ്രസ്സ്. വെള്ളം എടുക്കാൻ മറന്നുപോയി. സോന ഒരു ബോട്ടിൽ വെള്ളം എടുക്കാം ഫ്രിഡ്ജിൽ. നമ്മുടെ ഫ്രിഡ്ജിൽ എന്തായാലും വെള്ളം ഉണ്ടാവൂല നോമ്പായത് കൊണ്ടിട്ട്. അപ്പോൾ വെള്ളം എടുക്കണം. ഇപ്പം ഫ്രിഡ്ജിൽ നിന്ന് വിചാരിക്കുമ്പോൾ കോൾഡ് വെള്ളമൊന്നുമല്ല. ഇപ്പൊ വെച്ചതേ ഉള്ളൂ. നടിച്ചിട്ട് അപ്പോൾ ഞാൻ സൈഗുനെ എപ്പോഴെ കാണിച്ചു തരട്ടെ. രണ്ടുപേര് സെയിം ഡ്രസ്സിട്ട് കണ്ടില്ലേ? ഭയം ക്യൂട്ടി പൈസ്. ആൻഡ് നമ്മളെ തലക്ക് നമ്മുടെ ക്യൂട്ടി പൈസ് സോനത്തിന് കണ്ടില്ലേ? ഞാൻ കാറിൽ വെക്കാം ബാഗ്. സോ യാ ബേബി ഓൾറെഡി അവിടെ റെഡിയാണ്. ഇനി ഇറങ്ങിയില്ലെങ്കിൽ ഇവിടെ വായെന്ന് കേൾക്കും. Are you ready? Yeah. Okay. Let's go guys. Ebu come. അഴുക്കാവണ്ട എബു ബാ. ഓ ഏ ബയ്യാണോ എടുത്തത് എബുനെ? കേറിക്കോ. 1 2 3. ഗുഡ് ബോയ്. അടുത്ത ബയ്യ കേറിക്കോ. അടുത്ത സോനത്തല്ലല്ലോ ഞാൻ കേറിക്കോ. ഓക്കെ ഞാൻ കേറാം. പിടിച്ചോ. അടുത്തത് മഷത്തേറിക്കോ. ഫ്രണ്ടിലായിരിക്കണം. അപ്പൊ നമുക്ക് അറകം ശരിക്കാൻ പറ്റും. ഇന്ന് സുന്നു ബാക്ക് വന്നുകൊണ്ട് നമ്മൾ എങ്ങനെ ഇരിക്കുന്ന റൈറ്റില്ല. സൈഗോ ഇപ്പഴത്തെ സ്റ്റൈലോട്ടോ. ഞാൻ അങ്ങോട്ട് പോട്ടെ. ആ ഓക്കെ ഓക്കെ ഗൈസ്. അപ്പൊ സോനും കേറട്ടെ. ലെറ്റ്സ് ഗോ. ഓക്കെ. ഷൂട്ടിനുള്ള ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഷൂട്ട് ഈസ് ഗോയിങ് ഓൺ. ഓൾറെഡി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ. എൻ്റെ ഷോട്ട് കഴിഞ്ഞിപ്പോൾ. ഇനി അവരുടെ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കും. Okay. അപ്പോൾ പുറത്തത്തെ ഷോട്ട് കഴിഞ്ഞല്ലേ? ഒരു ഷോട്ട് ഇവിടെ ഉണ്ട്. പോയിട്ട് ഗൈസ് അങ്ങനെ ഔട്ട്ഡോർ ഷൂട്ട് കഴിഞ്ഞു. ഐ മീൻ പുറത്തത്തെ ഷോട്ടൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ഇരുത്തിയിട്ട് ബേബി വേറെ ഷോട്ട്, കുറച്ച് ബ്യൂട്ടി ഷോട്ട്സ് എടുക്കാൻ പോയിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനുള്ളിൽ നമ്മൾ സ്റ്റാർട്ടാക്കും. എങ്ങനെയുണ്ട് നോമ്പ്? എല്ലാം അറിയുന്നുണ്ടാ? സുനുവിന് ഇന്ന് കുറച്ച് ടഫ് ഉണ്ട് അല്ലേ നോമ്പ്? കുറച്ച് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആൾക്ക്. നമ്മളെ
കാറിനൊരുത്തിനെ കാണിച്ചു തരാം ഗൈസ്. ഒരു സോഫത്തിൽ ഒറ്റയ്ക്ക് ഒരാളിരിപ്പുണ്ട് മഞ്ഞക്കിളിയായിട്ട്. കൊള്ളാട്ടോ പക്ഷെ നിനക്ക് ആ ഡ്രസ് ചേർന്നുണ്ട് നല്ല. ആ ശരിയാ. ആ സെറ്റ് കുറച്ച് ഷേപ്പ് ആക്കണം. ഡ്രസ്സിൽ ഇതാവും അലക്കാവൂ. എബുച്ച് 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 മന്നിച്ചിരിക്കണാണോ എൻ്റെ ബുച്ചു? എൻ്റെ ബുച്ച് മന്നിച്ചിരിക്കണാണോ? എൻ്റെ ബുച്ച് മന്നിച്ചിരിക്കണാണോ? ഇപ്പൊ നോക്കണാണ് എന്താന്ന്. എബ്രു നമ്മുടെ ബേബി, അല്ല ബുച്ചു, നമ്മുടെ ബേബി എവിടെ വന്നേക്കണേ? നമ്മുടെ ബേബി ക്യൂട്ടിപ്പായി എവിടെ വന്നേക്കണേ? ഒല്ല എവിടെ വന്നേ? നാണെന്തിനാ ഇത്ര? നാണെന്തിനാ ഇത്ര? ഫ്രണ്ടും ബാക്കിലും മൈക്ക് വെക്കണത് ബിഹൈൻഡ് ദ സീൻ. ഗൈസ് അങ്ങനെ ഷൂട്ട് ഒരു പകുതി അവറായി. അപ്പോൾ തന്നെ ഫുള്ള് ഡ്രെയിനായി ഗൈസ്. പറ്റണല്ല, ഭയങ്കരമായിട്ട് ടയർഡ് ആവുന്നുണ്ട്, വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, മൊത്തത്തിൽ വയ്യ, ടയർഡായി. ഇന്നേ പകുതി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. ഇപ്പോൾ ആ സോനോ സുനൂരൊക്കെ ഷൂട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം ഞാൻ പോകാൻ. ബിക്കോസ് എബ്ബു കുറച്ച് ഇറിറ്റേറ്റഡ് ആണ്, കരയണുണ്ടായിരുന്നു. ഞാനിപ്പോൾ സമാധാനിപ്പിച്ചേ ഉള്ളൂ. അപ്പോൾ ഈ ബെഡ് കിട്ടിയപ്പോൾ അവന് ഓക്കെ ചാടാൻ പറ്റി. ഇപ്പോൾ ഒക്കെ ബക്കറ്റൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കഴിയട്ടെ. നീ പറ. അതന്നെ എനിക്ക് പറയാനുള്ള റിയാക്ഷൻ കണ്ടില്ലേ? ഉപ്പാട് കൊകയ, ഉപ്പാട്. എനിക്ക് വയ്യാതെ ആയി കഴിച്ചപ്പോൾ നമ്മൾ 4th ഫ്ലോറിലാണ് കിഡ്സിന് ഡ്രസ്സൊക്കെ വന്നേക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നോമ്പ് തുറക്കാൻ പോകണം. ഇപ്പം തന്നെ 6 ആയി അല്ലേ? സുനി എണ്ണിക്കൊണ്ടിരിക്കണാണ് ഡ്രസ്സിൻ്റെ എണ്ണം. ഒട്ടും വയ്യ ഗൈസ്. പിക്കാച്ചു ഒക്കെ ഉണ്ടല്ലോ, സുനി കാണിക്കും. പിക്കാച്ചു ഉണ്ട്, പിന്നെ അവരെ ഡോറുണ്ട്, ബാക്കിയുള്ള ആൾക്കാരൊന്നും കറങ്ങൂടെ ഗൈസ്. പവർ പഫ് ഗേൾസ് എന്താ അവര് പറയണേ? അവരൊക്കെ അത് കണ്ട സുഹാനുണ്ട് ഇവിടെ. അത് ഡോറ ബുജി. ഞാൻ വിചാരിച്ചു മച്ചനെ പറഞ്ഞിട്ട് ഡോറ ബുജി പോലെ. ഗൈസ് അങ്ങനെ ഷൂട്ടിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റിലാണ് നമ്മൾ. ഒരു 90% കഴിഞ്ഞു. ഇനി ഒരു 10% കൂടെ കഴിയാനുണ്ട്. അപ്പോൾ അതെപ്പോൾ കഴിയാറാകുമ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോൾ തോന്നുന്നു. ഇപ്പോൾ തന്നെ 6:30. ഇനി 5 minutes ഉള്ളൂ. ഐ ഡോണ്ട് തിങ്ക് സോ 5 minutes തീരോ ഇല്ല അറിഞ്ഞൂടാ. കഴിഞ്ഞാ ഷൂട്ട് കഴിഞ്ഞാ? അപ്പോൾ ഷൂട്ട് കഴിഞ്ഞു ഗൈസ്. നമ്മൾ ഇന്ന് വെള്ളം കുടിച്ചിട്ടാണ് നോമ്പ് തുറക്കാൻ പോണത്. അതും ഇവിടെ. എന്നിട്ട് വേണം വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് നല്ലോണം കഴിക്കാൻ. അപ്പോൾ സോനൊക്കെ അവിടെ ഇരിപ്പായി, സുനു ഇവിടെ ഇരിപ്പായി, ബേബി അവിടെ ഓടി നടക്കണം അങ്ങോട്ടിങ്ങോട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇന്നത്തെ നോമ്പ് തുറ. അങ്ങനെ നമ്മുടെ 14ാമത്തെ നോമ്പ്
നമ്മളിവിടെ ഷൂട്ടിലായി. ഇപ്പൊ ഇത് തന്നെ ഭയങ്കര വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നുമല്ലേ? സൈഗുനും കൊടുക്കും, സൈഗുനും കൊടുക്കും. സൈഗു ഓരോ ചോദിക്കണ്ട. വെള്ളയായി കുഴപ്പമില്ല, അതല്ലേ സൈഗു. സുനു സുനു എല്ലാരും നോമ്പ് തോര ഒരു സ്വർഗം പോലെ ഉണ്ട് കേസ്. നോക്കണം തണുത്തോ. അൽഹംദുലില്ല, വെള്ളം ഒന്ന് കിട്ടുന്നത് ഇറ്റ്സ് നോട്ട് എ ഈസി തിങ്. വെള്ളം കിട്ടിയല്ലോ നമുക്ക്. പിന്നെ നമ്മ സമാധാനത്തിൽ ഒരു റെസ്റ്റോറൻറ്റൊക്കെ പോകും. അങ്ങനെ 14-ാമത്തെ നോമ്പ് വെള്ളത്തിൽ തുടങ്ങിയിരിക്കുക. എപ്പോഴും ഒരേപോലെ ഡിഫറെന്റ് ആയിരിക്കണം. ഷൂട്ട് കഴിഞ്ഞിട്ടോ നമ്മളെ പാക്കപ്പാണ്. ഷൂട്ട് ഇപ്പൊ നമ്മൾ പോകും. ചെറുതെന്തോ പ്രൊസീജിയർ ഉണ്ട്, കഴിഞ്ഞിട്ട് ഒരാളിവിടെ നോക്കിയ വിശപ്പിന്റെ വിളിയിലിരിക്കണം. ശരിക്കണ്. ഓക്കെ, ഞാനും കുറച്ച് വെള്ളം കുടിക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ ആലോ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അതിൽ വിചാരിച്ച് കടികളൊക്കെ വേണ്ട, ഡയറക്റ്റ് ഫുഡൊക്കെ കഴിക്കാമെന്ന്. പക്ഷെ കടികൾ അവിടെ എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുണ്ട് ഗൈസ്. അത് കണ്ടപ്പോൾ കിളി പോയി. അപ്പോൾ നമ്മൾ പിടിയുണ്ടല്ലോ, അത് ഓർഡറാക്കി. സമോസ, ഇലയുടെ ഓർഡറാക്കി. എനിക്കില്ല, ഇവരാണ് കഴിക്കുക. ഹലോ, ഹൗസ് ദ ഷൂട്ട്? ടയർഡായി. അപ്പൊ എന്ത് കഴിക്കാനാ പ്ലാൻ ചെയ്യുന്നത്? നോക്കാം. അവിടെ എന്താണ് കടികളൊക്കെ പറഞ്ഞു, കടികളൊക്കെ സ്നാക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. നോക്കാം. നമുക്ക് എന്റെ സുനു ചിക്കൻ ബിരിയാണി ഞാൻ ആദ്യം തന്നെ ഓർഡർ ചെയ്തു. ഞാനും ചിലപ്പോ ബിരിയാണി അല്ലെങ്കിൽ വേറെ, ചിലപ്പോ കടികൾ കഴിക്കുമ്പോ തന്നെ വേറെ ഫീലാവും. ഷവർമ അല്ലെ? സൈബു കുറച്ച് നേരമായിട്ട് ഷവർമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ എന്തോ ഇന്ന് ക്രേവിങ്സ് ആണെന്ന് തോന്നുന്നു ഷവർമ കഴിക്കാൻ. എബുന് എന്താ വേണ്ടേ? എബുന് ഞാൻ കയറിയപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അവൻ്റെ റൈസൊക്കെ. അത് ഞാൻ കൊടുക്കും. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ടിഫിൻ ഓപ്പൺ ആക്കുമ്പോൾ. ബിക്കോസ് കുറച്ച് നേരം ആയല്ലോ ഇപ്പം ഫുഡ് കൊടുക്കാതെ. രാവിലെ ഫുഡ് കൊടുത്തിട്ടാണ് വന്നത് ആക്ച്വലി. ഹി വാസ് വെരി ഹാപ്പി. കുറച്ച് കഴിച്ച് പിന്നെ നമ്മളിപ്പോൾ ഇനി ഫുഡൊക്കെ വരട്ടെ. നമ്മളെ സമൂസ വന്നിട്ടുണ്ട്. ഇതെന്ത് പിടിയാ? ചിക്കനാണോ ഇത്? പിടി ചിക്കൻ. അടിപൊളി. എന്റെയാണ് സ്പേസ് വേണ്ട, കുഴപ്പമില്ല. അതെടുത്തോ, എനിക്ക് കൊണ്ടുവരാം. എടുത്തോ കഴിക്കും. ഹൗസ് സമോസ ചിക്കൻ അല്ലേ? ഓ, സഹിക്കാൻ പറ്റുള്ള മിക്സ് കഴിക്കട്ടെ. നല്ല ക്രിസ്പി ആയിട്ടും. എപ്പോൾ സമോസ ഫാനാ, പക്ഷെ അവൻ കഴിക്കണ എത്ര അറിയോ? ഈ കോർണർ, ആ കോർണർ, ഈ കോർണർ. നല്ല സ്പൈസി ആയിട്ട് പോകാതെ ഒരു റോൾ ഷവർമ, ഒരു ചിക്കൻ ബിരിയാണി, സമൂസ രണ്ടെണ്ണം കൂടെ പറയണം. വേണോ? ആർക്കെങ്കിലും വേണോ? നീ കഴിക്കണ്ടത് അതിനൊരെണ്ണം പറഞ്ഞാൽ മതി. സ്പെഷ്യൽ എന്താ വേണ്ട? വെജ് സമൂസ ഉണ്ടോ? ചിക്കൻ ഇനി ഒരെണ്ണം എടുത്തോ. ചിക്കൻ ബിരിയാണി. ദോശ കണ്ടായിരുന്നല്ലോ. ദോശ
പിന്നെ വെള്ളപ്പോ ഒരു സമൂസ കഴിച്ച് ടേസ്റ്റ് കൊണ്ട് ഇനി ഒരെണ്ണം ഓർഡർ ആക്കിയിട്ടുണ്ട്. അത് വരണ ഗ്യാപ്പിൽ പിടി കഴിച്ചു നോക്കാം. എടുത്തിട്ടുണ്ടാവും. ഇത് ചിക്കനാണ് എന്താണ് പിടിയിട്ടണോ? ചിക്കൻ പിന്നെ വെള്ളാപ്പ കുറുമ ഒരു 2 ബിരിയാണി ഇലയുടെ പകുതി തിന്നു കഴിഞ്ഞിട്ടാണ് നിങ്ങളെ കാണിക്കാൻ എനിക്ക് ഓർമ്മ വന്നത്. അടിപൊളി, നല്ല നല്ല സ്വീറ്റ്, അടിപൊളി. ഞാൻ തന്നെ കണ്ടിട്ട് ഒന്ന് ഓർഡർ ആക്കിയിട്ടുണ്ട്. എവിടെ എല്ലാവിടെ കണ്ടാലും ഞാൻ ഓർഡർ ചെയ്യും. പക്ഷെ പത്തി ഫ്ലോപ്പാണ്. എനിക്ക് ഫില്ലിങ്സ് നല്ല ജ്യൂസി ആയിട്ട് ശർക്കര ഒക്കെ ഉള്ളതായിരിക്കണം. കട്ടിയുള്ളത് എനിക്ക് ഇഷ്ടമല്ല. ഇൻ കേസ് ഇത് വന്നിട്ട് അവിടെ ബാക്കി ഉണ്ടെങ്കിൽ ഇനി ഞാൻ കഴിയും. ഇഷ്ടം. അപ്പൊ ഞാൻ വിചാരിച്ചു സ്നാക്സ് കഴിച്ച് വേറെ നടക്കാം. ഐ എം നോട്ട് ആഡിങ് ദ മെയിൻ കോഴ്സ്. അത് ക്ലീനാണ്. എപ്പോഴും എല്ലാവരുടെ സൈഡ് ഞാൻ മാറ്റി വെക്കും. ബിക്കോസ് എൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് ഉള്ളത് ഇഷ്ടമാണ്. കുറേ ഇപ്പൊ നമ്മൾ ഓർഡർ ആക്കിയതില്ലായിരുന്നു. ആ പിടി ഒന്നുകൂടെ ഓർഡർ ആക്കിയിട്ടുണ്ട്. ബേബിയുടെ ഫേവറേറ്റ്. അച്ഛന് എന്നാണ് വേണ്ടത്? നമ്മുടെ പിടി ഇലയുടെ ഉണ്ടാ? ഇനി ഇത് രണ്ടാണോ? ഒരെണ്ണം. അപ്പൊ ഇത് സുനുണ്ട്. സുനു ഞാൻ കോമ്പറ്റീഷനാണ്. അടുത്ത ഞാൻ കഴിക്കുമ്പോ ഇതേ മാഷം ഒന്ന് പറഞ്ഞിട്ട് ഓക്കെ. ഇതേ മാഷം ഇത് വെറുതെ വോയിസ് ഓവർ മാത്രം. ശരിക്കറിയില്ല. കഴിച്ചു എല്ലാരും കഴിച്ചു. മസാല ഒക്കെ കൊള്ളാല്ലേ? നോക്കട്ടെ. ഭയങ്കര പൊക്കി പറയാനായിട്ടല്ലേ? പ്രോണാന്ന് തോന്നുന്നു. ഒരു ഫീലും ഇല്ല ആക്ച്വലി. എനിക്കും അങ്ങനെ ഫീൽ ഉണ്ടായിരുന്നു. ചെമ്മീൻ, പ്രോൺ പിടി. ഇനി ഞാൻ ഇട്ട് കൊടുക്കും ബേബി. ബേബി നേരത്തെ ചൂടില്ലായിരുന്നു. ഇത് ചൂടാക്കി. എനിക്ക് ചൂടാണ്. നല്ല ടേസ്റ്റ്. നീ പറഞ്ഞ കേട്ടോ ചൂടാക്കി കുറച്ചുകൂടെ ടേസ്റ്റ് ആണ്. ചൂട് വേണമായിരുന്നു. നല്ല അത് അത് കൊള്ളാം ബേബി. ബേബി പറയാം. പറയണേ ബേബി. ഡാഡ അത് കഴിച്ചിട്ട് അവക്കൊന്ന് പറയാം. അപ്പൊ പോയി തന്നെയായിരിക്കും പുള്ളിക്കാരൻ. ബേബി കുഴപ്പമില്ല. അവക്കൊന്ന് പറയാം. അല്ലേ? എനിക്ക് ഇഷ്ടമായി. ഓ ബേബി റിയാക്ഷൻ കണ്ടാണ് കഴിച്ചത്. എങ്ങനെയായിരുന്നു ബേബി റിയാക്ഷൻ? സൂപ്പറാണ്. പറ ഇനി ഫൈനലായിട്ട് പറ അടത്തറന്നാണ്. എനിക്കൊന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി സുനുന് 2.
അവിടെ കഴിച്ചോളൂ. രണ്ടട കൂടി എടുത്തോട്ടെ, ടേസ്റ്റ് പിടിച്ചിട്ട് അവര് ഭയങ്കര ഫാനായി എല്ലാരും. അട മെയിൻ കോഴ്സ് വന്നു. ചോറ് നെയ്ച്ചോറ്, പുട്ട്, ഇത് അപ്പം, റൈറ്റ്? അപ്പം. ദിസ് ഇസ് ബീഫ് അല്ലേ? ബേബി പുട്ട് ബീഫ് അടിക്കാൻ പോണേ. പുള്ളി ബേബി വിശപ്പ് കൊണ്ട് എല്ലാം മറന്നു. എനിക്കൊന്ന് വിശന്നിട്ട് നോമ്പ് തുറക്കുന്ന ടൈമിൽ തന്നെ പച്ചവെള്ളം കുടിക്കേണ്ടത്. വേറൊരു സാധനം കൂടി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ കോഴ്സ് എല്ലാം എത്തി ഗൈസ്. ജ്യൂസ് അങ്ങനെ ഒരു വാട്ടർമെലൺ വിത്തൗട്ട് എടുക്കും. ഗൈസ്, അപ്പോൾ മെയിൻ കോഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് കഴിക്കാൻ പോണാണ്. എന്റെ ക്യാമറയിൽ ചാർജും ഇല്ല. സോ ഇൻഷാല്ലാ വീട്ടിൽ പോയിട്ട് കാണാം. വിത്തൗട്ടാണോ?